ഇപ്പോൾ ഹിജാബ് വിവാദം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹിജാബ് വിവാദമായത്? സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന പെങ്ങന്മാരും ഹിജാബ് ധരിക്കുന്നില്ല. അതാണ് മറ്റൊരു പ്രധാന കാരണം. വേറൊരു കാരണമുണ്ട്. അതായത് സംഘപരിവാർ എന്ന് പറയുന്ന നായ മോങ്ങാനിരുന്നതാണ് തെങ്ങിന്റെ മുട്ടിൽ ഒരു തേങ്ങ വീഴുന്നതും കാത്ത്. അന്നേരത്തതാ വീണു ഒരു തേങ്ങ, അത് ഹിജാബ്. അങ്ങനെ അവൻ മോങ്ങാൻ തുടങ്ങി. അങ്ങനെയുമുണ്ട്. അത് തികച്ചും ആസൂത്രിതമായതാണ്. സഹോദരങ്ങളെ, എന്നാൽ അതിന്റെ ഇസ്ലാമിക നിലപാടെന്താണ്? ഖുർആൻ പറഞ്ഞു, وَقَرْنَ فِي بُيُوتِكُنَّ وَلَا تَبَرُّجْنَ تَبَرُّجَ الْجَاهِلِيَّةِ الْأُولَى. ജാഹിലിയ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അർദ്ധനഗ്നകളായി അഴിഞ്ഞാടി നടന്നിരുന്നു. അതുപോലെ നിങ്ങൾ നടക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, കർണാടകയിൽ കോടതിയോട് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് വാദിച്ച വക്കീൽ, മുസ്ലിം സമുദായത്തിലെ പെൺകൊടിമാർക്ക് കലാലയത്തിൽ പോകുമ്പോൾ ഹിജാബ് ധരിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞ വക്കീൽ, അയാൾ വാദത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞത് എന്താണ്? ഇസ്രാ മിഅ്റാജിലെ സംഭവമാണ്. പ്രിയപ്പെട്ട കോടതിക്ക്, ആ കോടതിയുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇസ്രാ മിഅ്റാജ് എന്ന ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക്. ഇസ്രാഇന്റെ രാത്രിയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശയാത്ര നടത്തി. അന്നേരത്ത് നരകം കണ്ടു. ആ നരകത്തിൽ കുറെ പെണ്ണുങ്ങളെ കണ്ടു. എന്താണ് അവരുടെ പ്രത്യേകത? ആ പെണ്ണുങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ പുറത്ത് പ്രദർശിപ്പിച്ച് അന്യ ആണുങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാനും തങ്ങൾ അന്യ പുരുഷന്മാരെ ആകർഷിക്കും വിധത്തിലും നടന്നതിന്റെ പരിണിത ഫലമാണെന്ന് അന്നേരത്ത് മറുപടി ഉണ്ടായി. ഇത് ഈ അടുത്ത സമയത്ത് കർണാടകയിൽ കോടതിയുടെ മുന്നിൽ വക്കീൽ വാദിച്ചതാണ് ഈ സംഭവം.